ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും വിവാഹ ചടങ്ങുകളൊക്കെ തകൃതിയായിട്ട് നടക്കുമ്പോൾ അങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് കേട്ടോ. ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ നയന. കാരണം എന്തോ ഇങ്ങനെ ചങ്കിൽ കൈ വെക്കണ പോലെയും അതുപോലെ തന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ ദേവയാനിയുടെ മുഖത്തെ ഭാവം കൊണ്ട് നമ്മുടെ നയന മനസ്സിലാക്കുകയാണ്. എങ്കിൽ ദേവയാനിയാണെങ്കിൽ എല്ലാവരോടും സഹകരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തൊന്നും വലിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ഇങ്ങോട്ട് വരും. അതുമല്ല, ഇത്ര നല്ലൊരു അവസരത്തിൽ എനിക്കിനി വയ്യ എന്ന് പറഞ്ഞാൽ ഇനി അതൊരു ദുശകനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കരുതും വേണ്ട. അച്ഛനും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമാകും. അതുകൊണ്ട് ഒന്നും തന്നെ പറയണ്ട എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി മാറി നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നയന അങ്ങനെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് നയന ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ചെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്നെ കടിച്ചു കീറാൻ വരികയുള്ളൂ, അല്ലാതെ എന്നോട് കാര്യങ്ങൾ പറയില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ച് നയനയെ നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ അനാമികയുടെ അച്ഛനെ കാണാൻ വേണ്ടി 2 ഗുണ്ടകൾ വരികയാണ്. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഈ അനാമികയുടെ അച്ഛൻ ക്യാഷ് വാങ്ങിച്ചിട്ട് കൊടുക്കാതെ, ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോൾ കൊടുക്കാതെ 2 കോടി രൂപയോളം കൊടുക്കാനുണ്ട്. അപ്പോൾ അവർ ഈ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ക്യാഷ് തരാൻ അവർക്ക് പൈസ ഇല്ല. എന്നിട്ട് നോക്കിയാൽ മകളുടെ വിവാഹം എത്ര ആർഭാടവും ഗംഭീരമായിട്ടാണ് നടത്തുന്നതെന്ന് ഇന്ന് അവന് കാണിച്ചു കൊടുക്കണം. നമ്മൾ കാരണം ഈ വിവാഹം മുടങ്ങുമെന്ന് അവന് കരുതണം. എന്നാലേ അവൻ പൈസ നമുക്ക് തരുള്ളൂ. എന്തായാലും ഇന്ന് വാങ്ങിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ അടുക്കിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ വന്ന് ഇവർ തർക്കിക്കുന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദിയും. അങ്ങനെ ആദി വന്നിട്ട് ഇതെന്താ പറ്റിയത്, എന്താ കാര്യം എന്നിങ്ങനെ തിരക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ ആരോടും പറയില്ല, എനിക്ക് ബിസിനസ്സിൽ കുറച്ച് നഷ്ടം സംഭവിച്ചിരുന്നു. കുറച്ച് നഷ്ടത്തിലായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെയാണ്. അപ്പോൾ കുറച്ച് ബാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മകളുടെ വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി വന്നാണ്, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് നയന ആദിയോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും അറിയുവാണെങ്കിൽ ഇത് കല്യാണം നടക്കുന്നത് തന്നെ ബാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദിയാണെങ്കിൽ അനാമികയുടെ അച്ഛനോട് പറയുന്നുണ്ട്, അങ്കിള് ഒന്നുകൊണ്ടും തന്നെ വിഷമിക്കേണ്ട, എൻ്റെ അനിക്ക് വേണ്ടിയിട്ട്, അവൻ എൻ്റെ ബ്രദറാണ്, അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വപ്നമാണ്. അതുപോലെ തന്നെ മുത്തച്ഛന് വയ്യാതിരിക്കുന്ന ഈ സമയത്ത് വിവാഹം മുടങ്ങി പോകുക എന്ന് പറഞ്ഞാൽ മുത്തച്ഛനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഈ സെറ്റിൽമെൻറ്റ് ഞാൻ തന്നോളാം, അങ്കിൾ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ആ 2 കോടി നമ്മുടെ ആദിയാണെങ്കിൽ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു കണക്കുകളും സെറ്റിൽമെൻറ്റൊക്കെ ക്ലോസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അനാമികയുടെ അച്ഛൻ ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ ആദിയോട് പറയുന്നുണ്ട്, മോനെ എത്ര പറഞ്ഞാലും ഈ നന്ദി തീരില്ല, എൻ്റെ മകളുടെ വിവാഹം ഇന്ന് മുടങ്ങിയനെ മോൻ്റെ ഒറ്റൊരു ഇതുകൊണ്ടാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആദി പറയുന്നുണ്ട്, എനിക്കല്ല താങ്ക്സ് പറയേണ്ടത്, ഇതിന് എന്നെ പ്രേരിപ്പിച്ചത് ഇവള് തന്നെയാണ്, നയനയോട് പറയണം, നയനയാണ് എന്തോ ഇവിടെ വിഷയമുണ്ടെന്നും അതുപോലെ തന്നെ എന്ന് വേഗം വന്നെന്ന് നോക്കാനൊക്കെ പറഞ്ഞത് അവളാണ്, അതുകൊണ്ട് അവളോടാണ് നിങ്ങൾ താങ്ക്സ് പറയേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അനാമികയുടെ അച്ഛൻ ഒടുവിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ വിവരം ആരെയും തന്നെ അറിയിക്കേണ്ട, അനീനെയോ അതുപോലെ തന്നെ വേറെ ആരെയും അറിയിക്കേണ്ട, അത് ഞങ്ങളുടെ സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അറിയാം അതൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, ഈ വിവാഹം എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണം എന്നൊക്കെ നമ്മുടെ ആദ്യം പറയാൻ കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം ചുളിവിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരിക്കും നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും. ഈ സന്ദർഭത്തിലാണ് പെട്ടെന്ന് ദേവയാനി അങ്ങോട്ട് മാറിപ്പോകുന്നത് കാണുമ്പോൾ നയന പിന്നാലെ തന്നെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാഷ്റൂമിലേക്കായിരിക്കും പോയിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വോമിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ദേവയാനി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നയന ചെന്നിട്ട് പുറം തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് വയ്യാന്നും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതെന്നും നിന്നോട് ആരാ പറഞ്ഞത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ അമ്മേനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്, അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ അമ്മയ്ക്ക് എന്തൊരു വയ്യാഴികയുണ്ടെന്ന് മനസ്സിലായിരുന്നു. പിന്നെ അമ്മയോടൊന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു, അതുപോലെ തന്നെ ടവല് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ദേവയാനിനെ പരിചരിക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ ദേവയാനിക്ക് ഒരുപാട് ചെറിയൊരു സന്തോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു അനുകമ്പയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും ദേവയാനി ഇത് പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ദേവയാനിയോട് നയന പറയുന്നുണ്ട്, അമ്മേ ഇപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഇപ്പോൾ വൊമിറ്റൊക്കെ ചെയ്തതല്ല, അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി. ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിഭ്രമിക്കും, അതുകൊണ്ട് കുറച്ച് ഭേദമായിട്ട് അമ്മ എണീറ്റ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനീനെ അവിടെ ഒരു റൂമിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തുകയാണ് കേട്ടോ.
താൻ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും തനിക്കൊരാവശ്യം വന്നപ്പോൾ ഓടിയെത്തിയല്ലോ എന്നിങ്ങനെ കരുതുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ നയന ഇങ്ങനെ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദേവയാനി. ശേഷം കാണിക്കുന്നത് നമ്മുടെ ആ ചടങ്ങുകളെല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദ്യം ഇത് അറിയുന്നുണ്ട്, അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു എന്നും. അമ്മ പറയാഞ്ഞത് പെട്ടെന്ന് എല്ലാവരും അമ്മയുടെ അടുക്കിലേക്ക് വരും, ചടങ്ങുകൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് അമ്മ പറയാതിരുന്നാണെന്നൊക്കെ ആദ്യം അറിയാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നയനയാണ് ഹെൽപ്പ് ചെയ്തതെന്നും നയന ഒരുപാട് അമ്മയ്ക്ക് സഹായിച്ചു എന്നും ഒക്കെ ഇങ്ങനെ അറിയുന്ന ആദ്യം വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞപ്പോൾ താനായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തത്. അപ്പോൾ തനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, താൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നല്ലോ, മുത്തശ്ശൻ പറയുന്ന പോലെ താൻ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ആദ്യം. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.